ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ഒരു നിങ്ങളെല്ലാം കണ്ടു. അതിൻ്റെ കുറിച്ച് എനിക്ക് ഇന്ന് പറയാൻ ഒരു ആഗ്രഹമുണ്ട്. ഈ രണ്ട് കന്യാസ്ത്രീമാർ അവിടെ ഈ കേസിൽപ്പെട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പൊളിറ്റിക്കൽ ഫോഴ്സസ്, ഞാൻ പേരെടുക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പോയി നാടകം ചെയ്ത് പൊളിറ്റിക്കൽ ഡ്രാമ ചെയ്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വിഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ കാരണമാണ് ഇന്നലെ നടന്ന, ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഫോളോ ഔട്ട് ആയിരുന്നു ഇന്നലത്തെ ആ ഒരു സെഷൻസ് കോർട്ട് അല്ല ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ഞങ്ങൾ കണ്ടത് ഇന്നലെ. അപ്പോൾ ഞാൻ ഇന്നലെ അപ്പീൽ ചെയ്തു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഇങ്ങനെ 2-3 സ്റ്റേറ്റിൽ ഈ കൺവേർഷനും ട്രാഫിക്കിങ്ങിനെ കുറിച്ച് നിയമം, അത് സെൻസിറ്റീവ് സോൺസ് ആണ്. അവിടെ അവരുടെ അസംബ്ലി പാസ് ചെയ്ത നിയമങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം മനസ്സിലാക്കി കുറച്ച് സെൻസിറ്റീവായിട്ട് ഇത് കാണണം, സെൻസിറ്റീവായിട്ട് ഒരു ബിഹേവിയർ ചെയ്യണം. ഞാൻ ഇന്നലെ തന്നെ അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ പിന്നെ അവർ രാഷ്ട്രീയം നിർത്തേണ്ട ഒരു രീതി നമുക്ക് എന്താണ്, അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല എന്ന് അത് മാറ്റി വെച്ചോളൂ. അപ്പോൾ ഇന്നലെ തന്ന ഉറപ്പും ഇന്നലെ തന്ന ആ കോൺഫിഡൻസോട് ഇപ്പോൾ പിതാവിനോട് അത് ഇൻഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി 1-2 ദിവസത്തിൽ ഇത് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട്. അത് ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്തിട്ട് ഞാൻ മണി തിരുവനന്തപുരം ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ എടുക്കാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ അത് ക്ലിയർ ആണ്, കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് അവർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, അവർ ഇതിനു വേണ്ടി എല്ലാ സഹായം അവരും തരുന്നു. അത് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം കൃത്യമായി പറയുന്നത്, ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു പ്രിസം കൂടെ അല്ല കാണുന്നത്. ഇത് ഏത് മലയാളി ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പ്രശ്നമോ ഒരു കഷ്ടം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഇറങ്ങും, അവരെ സഹായിക്കാൻ ഞങ്ങൾ ഇറങ്ങും. ഇത് എല്ലാം ഞങ്ങൾ പോളിറ്റിക്സ് ആയിട്ട് കാണുന്നില്ല, ഇത് വോട്ട് ബാങ്കോ അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. എന്നെ 3 ദിവസം മുമ്പ് വിളിച്ചു, ഞാൻ ഇറങ്ങി. അന്ന് എന്നെ അനൂപ് ആൻ്റണിയും ഷോൺ ജോർജിനും അയക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. അവിടെ പോയി പിന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഞാൻ അന്ന് തന്നെ സംസാരിച്ചു. അവിടുത്തെ ഹോം മിനിസ്റ്റർ, അവിടുത്തെ BJP പ്രസിഡന്റ്, അവരെല്ലാം സംസാരിച്ചു. അവരെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങളുടെ നിയമമായിരിക്കും, പക്ഷേ ഇവർ കുറച്ചൊരു പ്രൊസീജിയറൽ ലാപ്സിൽ പെട്ട് 2 നിരപരാധിയായ കന്യാസ്ത്രീകളാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് മിനിഞ്ഞാന്ന് ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ അതന്നെയല്ല പറഞ്ഞു. അല്ല, രാജ്യദ്രോഹ കുറ്റമൊന്നും ആരും ഫയൽ ചെയ്തിട്ടില്ല. ഇത് ഇന്നലെ ആ ഒരു സെഷൻസ് കോർട്ട് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല, ഈ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ അല്ല, അത് NIA കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് പറഞ്ഞത് ജഡ്ജാണ് പറഞ്ഞത്. ഇത് പോലീസൊന്നും ഫയൽ ചെയ്തിട്ടില്ല. പോലീസ് ഫയൽ ചെയ്ത കേസെല്ലാം പ്രിവെൻഷൻ ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആക്ട് റെഗുലേഷൻ, അതിൻ്റെ എതിരെ, അതൊരു ട്രാഫിക്കിൻ്റെ ഒരു നിയമമാണ്, 2013 പാസ് ചെയ്തൊരു ലോ ആണ്. പിന്നെ ആൻറ്റി കൺവേർഷൻ 1967 പാസ് ചെയ്ത ഒരു ലോ, അതിൻ്റെ കീഴിലാണ് അവർ ഫയൽ ചെയ്ത ചാർജസ്. 1967 BJP ഉണ്ടായിരുന്നില്ലല്ലോ, അതവിടെ ഛത്തീസ്ഗഡിൽ പാസ് ചെയ്ത ലോ അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെയും പറഞ്ഞു, കുറച്ച് സെൻസിറ്റീവായിട്ട് ഇതെല്ലാം നോക്കണം. ഇവിടെ എല്ലാ രാഷ്ട്രീയം എന്ന ഒരു 24/7 ചെയ്യുന്ന ചാനലല്ല, 24/7 ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതിന് അങ്ങനെ നോക്കി കണ്ട് മനസ്സിലാക്കി നൺസിന്, ഈ കന്യാസ്ത്രീകളെ അവരുടെ ഒരു വിഷമോ അവരുടെ ഒരു ജാമ്യമാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കണ്ടേ. അതല്ലാണ്ട് ഇങ്ങനെ ചിലവരിങ്ങനെ അവിടെ പോയി ഡ്രാമ ചെയ്യുമ്പോൾ ജഡ്ജ്, എനിക്കറിയില്ല എന്ത് കാരണമാണ് ജഡ്ജ് അത് ചെയ്തത്.
അത് എല്ലാവർക്കും ഒരു മിസ്റ്ററിയാണ്. അതിനെക്കുറിച്ച് ഞാൻ വലിയ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. സർക്കാർ എതിർക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ല, എതിർക്കില്ല എന്നാണ്.